നമസ്കാരം. ശാസ്ത്രം അതിവേഗം പുരോഗമിക്കുമ്പോഴും നമ്മൾ ഈ ജീവിക്കുന്ന പ്രപഞ്ചത്തെക്കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് വാസ്തവം. കാലം ചെല്ലുന്തോറും കൂടുതൽ ഗവേഷണങ്ങൾ നടക്കുമ്പോഴാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഓരോ അവസ്ഥകളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന വേറെ ഒരുപാട് ശക്തികളുണ്ട്. അവയിൽ ചിലത് അദൃശ്യമായ ശക്തികളും ആണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഡാർക്ക് മാറ്റർ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഇരുണ്ട ദ്രവ്യം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒന്ന്. ഇതിൻ്റെ വലിയൊരു പ്രത്യേകത, നമുക്ക് സാധാരണക്കാരെ ആളുകൾക്ക് തന്നെ ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഇപ്പോഴും നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഗവേഷകർ എത്രയോ പതിറ്റാണ്ടുകളായി ഇതേക്കുറിച്ചുള്ള ശക്തമായ ഗവേഷണത്തിലാണ്. ഇതിൻ്റെ വലിയൊരു പ്രശ്നം, ഇതിനെ കണ്ടുപിടിക്കാൻ കഴിയില്ല, ഇത് അദൃശ്യമാണ് എന്നുള്ളതാണ്. അതേസമയം ഇത് ലോകത്തിൻ്റെ ചലനത്തെ അല്ലെങ്കിൽ നമ്മുടെ ഗതിവിധികളെയൊക്കെ തന്നെ നിയന്ത്രിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഈ ഡാർക്ക് മാറ്റർ അഥവാ ഇരുണ്ട ദ്രവ്യം എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ ജോൺ ഹോപ്കിൻസ് സർവകലാശാലയിലെ ഗവേഷകർ പറയുന്നത് തങ്ങളിത് കണ്ടുപിടിച്ചു എന്നാണ്. ഇതിൻ്റെ ഉറവിടവും ഇത് എവിടെ നിന്ന് വരുന്നു, ഇതിൻ്റെ പ്രകാശത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ് തുടങ്ങിയ നിരവധി കാര്യങ്ങൾ തങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. നമ്മുടെ പ്രപഞ്ചം ഇത്തരത്തിൽ നിലനിൽക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നത് ഈ ഡാർക്ക് മാറ്ററാണ്, അല്ലെങ്കിൽ ഇരുണ്ട ദ്രവ്യമാണ് എന്നാണ് കരുതപ്പെടുന്നത്. ഡാർക്ക് മാറ്റർ അഥവാ ഇരുണ്ട ദ്രവ്യം എന്നത് പ്രകാശവുമായോ മറ്റ് വൈദ്യുതകാന്തിക വികിരണങ്ങളുമായോ ഇടപഴകാത്ത ദ്രവ്യത്തിൻ്റെ ഒരു സാങ്കല്പിക രൂപമാണ്. ഇത് നമുക്ക് അദൃശ്യമായിരിക്കുന്ന ഒന്നാണ്. പ്രപഞ്ചത്തിലെ ദ്രവ്യത്തിൻ്റെ 85% ഇത് ഉൾക്കൊള്ളുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഗാലക്സികളെയും ഗാലക്സി ക്ലസ്റ്ററുകളെയും ഒരുമിച്ച് നിലനിർത്തുന്നതിൽ ഈ മാറ്റർ നിർണായകമായ പങ്ക് വഹിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ ഇത് പ്രപഞ്ച മാതൃകകളുടെ ഒരു നിർണായക ഘടകം കൂടിയാണ്. ഇത് തികച്ചും സാങ്കേതികമായൊരു കാര്യമാണ്. ശാസ്ത്രജ്ഞന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ കാലമായി ഇതിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ പറയുന്നത് ഏറ്റവും സൂക്ഷ്മതയേറിയ ഒരു ദൂരദർശിനി ഉപയോഗിച്ച് നടത്തിയ ഗവേഷണത്തിൽ അവർ ഇതിൻ്റെ ഉറവിടമെല്ലാം കണ്ടെത്തിയിരിക്കുന്നു എന്നാണ്. ഇതിൽ നിന്ന് പുറപ്പെടുന്ന രശ്മികൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അവയുടെ ശക്തി എത്രയാണ്, ഈ പ്രപഞ്ചത്തിൽ അവ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ ഡാർക്ക് മാറ്ററുമായി ബന്ധപ്പെട്ട ഗവേഷകർ ഇപ്പോൾ പുറത്തു കൊണ്ടുവരും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് അവർ തങ്ങളുടെ പഠനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വളരെ അവ്യക്തമായ ഈ ഒരു പദാർത്ഥം ഇത് ഊർജ്ജമൊന്നും തന്നെ പുറത്തു വിടുന്നില്ല. പക്ഷേ ഇവിടെയുള്ള കണികൾ കൂട്ടിയിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജം ഇത് സ്വീകരിക്കുകയും അതിൻ്റെ ഫലമായി നിരവധി മാറ്റങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരിക്കുന്നത്. ഡാർക്ക് ഒബ്ജക്റ്റ് എന്ന കാര്യം നമ്മളാരും കണ്ടിട്ടില്ലാത്ത ഒന്നാണ്. ശാസ്ത്രലോകത്തിനപ്പുറമുള്ള ആളുകൾക്ക് ഇത് അറിഞ്ഞും കൂടാ. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഈ ഗവേഷണങ്ങളിലൊക്കെ തന്നെ ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായ ധാരണ തങ്ങൾക്ക് ലഭിച്ചു എന്നാണ് ഈ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഇതിനായി അവർ പ്രത്യേക ടെലസ്കോപ്പ് തന്നെ, അതല്ലെങ്കിൽ ദൂരദർശിനി തന്നെ അവർ വികസിപ്പിച്ച് എടുത്തിട്ടുമുണ്ട്. 2008 മുതൽ തന്നെ ഇതിൽ നിന്ന് ഗാമ കിരണങ്ങൾ പുറപ്പെടുവിക്കുന്നതായി നാസ കണ്ടെത്തിയിരുന്നു. അതിനെ തുടർന്നാണ് ഈ ജോൺ ഹോപ്കിൻസ് സർവകലാശാലയിലെ ഗവേഷകരും ഇതിൻ്റെ തുടർച്ചയായി നിരവധി ഗവേഷണങ്ങൾ നടത്തിയത്. അങ്ങനെ ഈ പ്രപഞ്ചത്തിലെ ഈ ഊർജ്ജത്തിൽ ഈ ഇരുണ്ട ദ്രവ്യത്തിന്, ഡാർക്ക് ഒബ്ജക്റ്റിന് വലിയൊരു പങ്ക് വഹിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ശാസ്ത്രജ്ഞന്മാർ കരുതുന്നത്. പക്ഷേ അതിനെങ്ങനെ ഭാവിയിൽ ഉപയോഗപ്പെടുത്താമെന്നുള്ളത് ഇപ്പോഴും ഇവിടെ ഉയരുന്ന ഒരു പ്രസക്തമായ ചോദ്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പഠനത്തിൽ ഈ ഗാലക്സിയിൽ തന്നെ, അതായത് നമ്മുടെ ഈ മൊത്തം സൗരയൂഥത്തിൽ തന്നെ ഇതെവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് സംബന്ധിച്ച് ഒരു ഭൂപടം തന്നെ തയ്യാറാക്കാൻ കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ഗവേഷകർ അവകാശപ്പെടുന്നത്. അദൃശ്യമായിരിക്കുന്ന ഒന്ന് എവിടെയാണ് ഉള്ളത് എന്ന് ഭൂപടം ഉണ്ടാക്കുക എന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിൽ പോലും ഇതിൻ്റെ പുറകെ തന്നെയാണ് ഇപ്പോൾ അമേരിക്കയിലെ പ്രധാനപ്പെട്ട ഗവേഷകരെല്ലാം തന്നെ. കാരണം ഇത് ഭാവിയിൽ മറ്റേതെങ്കിലും മനുഷ്യന് പ്രയോജനകരമായ രീതിയിലേക്ക് വിനിയോഗിക്കാൻ കഴിയുമോ എന്നുള്ളത് തന്നെയാണ് പലരെയും ഇതിലേക്ക് ഇപ്പോൾ ആകർഷിക്കുന്നത്. സെറൻകോവ് ടെലസ്കോപ്പ് എന്ന പേരിൽ ചിലിയിലുടൻ തന്നെ ഒരു ടെലസ്കോപ്പ് നിർമ്മിക്കുകയാണ്. ഇത് പൂർണ്ണമായും പ്രവർത്തന സജ്ജമായി കഴിഞ്ഞാൽ ഈ ഡാർക്ക് ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് കൃത്യമായ ഉത്തരം ലഭിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അമേരിക്കയിലെ ഗവേഷകരും പറയുന്നത്. കാരണം അവരെല്ലാവരും ഈ ടെലസ്കോപ്പ് പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുന്നത് കാത്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇരുണ്ട ദ്രവ്യം ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന് ഭാവിയിൽ എന്തൊക്കെ ഗുണകരമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായൊരു ധാരണ ഇതിൽ നിന്ന് ലഭിക്കും എന്ന് തന്നെയാണ് അവർ കരുതുന്നത്. അങ്ങനെ ഇത്രയും കാലം നമുക്ക് എന്താണ് എന്ന് അറിയാൻ കഴിയാതിരുന്നു, അതേസമയം പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഒരു വലിയ ശക്തിയുടെ സാന്നിധ്യം ഇത്തരത്തിലൂടെ കണ്ടെത്തിയതിൽ അമേരിക്കയിലെ ഗവേഷകർ ഏറെ അഭിമാനിക്കുകയാണ്. ഇത് ഇനിയിപ്പോൾ നടക്കുന്ന ഗവേഷണങ്ങൾ ഭാവിയിൽ തങ്ങൾക്ക് മികച്ച ഫലം തരും എന്ന് തന്നെയാണ് ഈ ഗവേഷകർ വിശ്വസിക്കുന്നത്. ഏതായാലും ഡാർക്ക് ഒബ്ജക്റ്റ് അത് വെളിച്ചത്തിലേക്ക് തന്നെ വരികയും നമ്മുടെ മനുഷ്യൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെയൊക്കെ തന്നെ വളരെ സൃഷ്ടിപരമായ കാര്യങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഗവേഷകർ ലക്ഷ്യമിടുന്നത്.